കൊച്ചിയിൽ ആൺസുഹൃത്തിനെ ആക്രമിച്ച ശേഷം ഒപ്പമുണ്ടായിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഡാനിഷിനെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. അതിസാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. ഓടിച്ചിട്ട് പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഡാനിഷ്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പിടികൂടുന്നതിനായി പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ പോലീസിനെ ഡാനിഷ് ആക്രമിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അവിടെ നിന്നും ഓടി KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു തോട്ടിലേക്ക് എടുത്ത് ചാടുകയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് പിറകെയോടി ഇയാളെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി രാഹുൽ കൊല്ലം സ്വദേശിയാണ്. ഇയാളെ തൊട്ട് സമീപത്ത് തന്നെ പിടികൂടുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഒരു പ്രതിയായിട്ടുള്ള സഞ്ജയ് ഒളിവിലായിരുന്നു. സഞ്ജയെ ഇന്ന് ഉച്ചയോടുകൂടി പോലീസ് സംഘം പിടികൂടി. സഞ്ജയിനെ സൗത്ത് പാലത്തിന് താഴെയുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർ നടപടികളും സ്വീകരിച്ചു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരും ഇപ്പോൾ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികളും സ്വീകരിക്കുമെന്ന് പോലീസ് സംഘം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ പരേഡും അത്തരം കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഈ കഴിഞ്ഞ 5-നാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ആൺസുഹൃത്തും യുവതിയും കൂടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റോഡിലെത്തി. രാത്രി 9 മണിയോടെ ആ ഘട്ടത്തിൽ മഴ പെയ്തപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് കയറി നിന്നതാണ്. മഴ കുറെ കൂടി കനത്തപ്പോൾ തൊട്ട് മുകളിലത്തെ നിലയിലേക്ക് ഇരുവരും പോയി. ഈ സമയത്ത് അവിടെ മദ്യപിച്ചിരിക്കുകയായിരുന്നു ഈ 3 പ്രതികൾ. ഈ 3 പ്രതികൾ ഇവർ കയറിപ്പോകുന്നത് കണ്ടു. തുടർന്ന് പിറകെ ചെല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിറകെ ചെന്ന് ഈ ആൺസുഹൃത്തിനെ മർദ്ദിക്കുന്നു. അതിനുശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്തത്. ആ ഘട്ടത്തിൽ യുവതി ഈ ഒരു പ്രതിയുടെ കയ്യിൽ കടിച്ച ശേഷം കുതറി അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. അങ്ങനെ ആൺസുഹൃത്തുമായി ഈ യുവതി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് സംഘം ആ ഘട്ടത്തിൽ തന്നെ സ്ഥലത്തെത്തുന്നു. പക്ഷേ പ്രതികളെ പിന്നീട് കണ്ടില്ല. അങ്ങനെ പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. പക്ഷേ പോലീസിന് മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ആ കെട്ടിടത്തിലില്ല. മാത്രമല്ല ഈ പ്രതികൾ ആര് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ആളുകളെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. തുടർന്നാണ് പ്രതികളിൽ ഒരാൾ പോയിട്ടുള്ള ഇരുചക്ര വാഹനം. ആ ഇരുചക്ര വാഹനവുമായി ബന്ധപ്പെട്ട് ചില ഇൻഫർമേഷൻ പോലീസിന് കിട്ടി. ആ വാഹനവുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഇവരാണെന്ന് ബോധ്യമായി. അങ്ങനെ ഇവരുടെ ഹിസ്റ്ററി അടക്കം പോലീസ് തിരഞ്ഞു. അപ്പോൾ ഇവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഇവരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത്. തുടർന്ന് ഇവരെ പിടികൂടുക എന്നത് പോലീസിന് മുന്നിലുള്ള ഒരു ദൗത്യമായിരുന്നു. ഇവർ വീടുകളിൽ താമസിക്കാറില്ല. ഇങ്ങനത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിലും മറ്റു ഇടങ്ങളിലുമൊക്കെ തന്നെ തങ്ങുന്ന ആളുകളാണ്. ഒട്ടനവധി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് താനും. അങ്ങനെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ സംബന്ധിച്ചുള്ള വിവരം കിട്ടുകയും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തത്. അങ്ങനെ ആദ്യം 2 പേർ പിടിയിലായി. പിന്നീട് 3-ാമനും ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇക്കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും ഇതിൽ നിയമപരമായിട്ടുള്ള തുടർ നടപടികളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.